LDFന് ചരിത്ര വിജയമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UDF കേന്ദ്രങ്ങൾ എന്ന് കണക്കാക്കുന്ന സ്ഥലങ്ങളടക്കം LDFനെ സ്വീകരിക്കുന്നു. ശബരിമല വിഷയം ഒരു തരത്തിലും ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി ഗ്രാമപഞ്ചായത്തിലെ ചേരിക്കൽ ജൂനിയർ ബേസിക് LP സ്കൂളിലെ കാട്ടിൽ പീടിക 1-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയതായിരുന്നു അദ്ദേഹം. നല്ല ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. ഇപ്പോൾ ഇന്നത്തോടെ രണ്ട് ഭാഗത്തെയും, കേരളത്തെ രണ്ട് ഭാഗമാക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. രണ്ട് ഭാഗത്തെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം LDFന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം LDFന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. സർക്കാർ കൃത്യമായ നടപടി സ്വീകരിച്ചും അതിന് വിശ്വാസികളുടെ ആകെ പിന്തുണയുണ്ട്. BJPയും UDFും ഇക്കാര്യത്തിൽ ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നവർ. ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ബഹുജനങ്ങൾ തള്ളിയതാണ്. അതിജീവിതയ്ക്കൊപ്പമാണ് നാടും സർക്കാരും. ശബരിമലയുടെ പ്രശ്നത്തിൽ അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ആ കാര്യത്തിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് എടുത്തത്. ഈ സർക്കാരായിരുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര കൃത്യതയോടെയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് വിശ്വാസികളെല്ലാം ഉറപ്പായി കരുതുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിശ്വാസികളുടെ ആകെ പിന്തുണ ലഭ്യമാകുന്നത്. പക്ഷേ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്താനാണ് BJPയും UDFും ശ്രമിക്കുന്നത്. രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ KPCC പ്രസിഡന്റ് മറുപടിയായി ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നും ഭീഷണി കാരണം അതിജീവിതകൾക്ക് തുറന്ന് പറയാനാവുന്നില്ലെന്നും ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇനിയും വന്നേക്കാമെന്നും ലൈംഗിക വൈകൃത കുറ്റവാളികളെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ ജനം അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മികവാർന്ന വിജയത്തിലേക്ക് LDF കുതിക്കുന്ന കാഴ്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. ഇന്നും BJPയും കോൺഗ്രസും പറയുന്നത് ശബരിമല മാത്രമാണ്. രണ്ടുപേരും ഒരേപോലെയാണ് UDFും BJPയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ഏശാൻ സാധ്യതയുണ്ട്?